ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എം സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന സെക്ഷനാണ്. ഈ സെക്ഷന് 20 മാർക്ക് വരെ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. എസ് എ ക്വസ്റ്റ്യന്റെ 6 മാർക്ക് ഉൾപ്പെടെ ഈ സെക്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഞാനിവിടെ എഴുതിയിട്ടിരിക്കുന്നത് 2019 മുതൽ 2014 വരെയുള്ള വർഷങ്ങളിൽ ഈ സെക്ഷനിൽ എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻ വന്നത്, എത്ര ക്വസ്റ്റ്യൻ ആണ് വന്നത് എന്നൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. നോക്കൂ, 2019ലും 2018ലും 20 മാർക്കിന് ഈ സെക്ഷന് മാത്രം ചോദിച്ചിട്ടുണ്ട്. അത് എത്രയുടെ ക്വസ്റ്റ്യൻ? 2ന്റെ ക്വസ്റ്റ്യൻ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 3 മാർക്കിന്റെ, 4 മാർക്കിന്റെ, 5 മാർക്കിന്റെ, 6 മാർക്കിന്റെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. 2018ല് അതേപോലെ തന്നെ 20 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള വർഷങ്ങളിലൊക്കെ ഇത് 14 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ അവർ ചോദിച്ചു, എസ് എ ക്വസ്റ്റ്യൻ സമാന്തര ശ്രേണിയിൽ നിന്നല്ല ചോദിച്ചിരിക്കുന്നത്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാ വർഷങ്ങളിലും 2 മാർക്കിന്റെ, 3 മാർക്കിന്റെ, 4, 5 മാർക്ക് അതുവരെ ഈ സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഈ 2020ലും എക്സ്പെക്ട് ചെയ്യാം. എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് എസ് എ ക്വസ്റ്റ്യൻ ഈ സെക്ഷനിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് ഈ വർഷവും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 2019 6 മാർക്കിന് ഈ സമാന്തര ശ്രേണി എന്ന സെക്ഷനിൽ എന്താ ക്വസ്റ്റ്യൻ വന്ന് അതൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2:1, 2:2 എന്നീ നമ്പേഴ്സ് ഉണ്ട്. 2ന്റെ പവേഴ്സ് അങ്ങനെയുള്ള നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട് അല്ലെ, എക്സെട്ര കൊടുത്തിട്ടുണ്ട്. 2:7, 2:8 എക്സെട്ര. ഇതിനെയൊക്കെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് ആണ് താഴെ കൊടുത്തിട്ട്. ഈ നമ്പേഴ്സിനെയൊക്കെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന നമ്പേഴ്സിനെ അടുത്ത കോളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? ഇഫ് ദ പവേഴ്സ് ആർ 1, 4, 7 ദ റിമൈൻഡർ ഈസ് 2. അപ്പൊ നോക്കൂ, പവർ 1, 4, 7 അങ്ങനെ ആകുമ്പോൾ 1, 4, 7 എക്സെട്ര. ഇവിടെ എക്സെട്ര ഉണ്ട്. 1, 4, 7 ആകുമ്പോൾ റിമൈൻഡർ 2 ആണ്. ഇപ്പൊ 1 ആകുമ്പോൾ 2 ശരിയാണ്. 4 ആകുമ്പോൾ 2, 7 ആകുമ്പോൾ 2. അപ്പൊ 1, 4, 7 എന്നിങ്ങനെ പോകുന്ന നമ്പർ. അടുത്ത നമ്പർ ഏതാ വരാ? 1, 4, 7 കഴിഞ്ഞാൽ 3 ആണല്ലേ ഡിഫറൻസ്. ഇപ്പൊ 10 വരും, 13, 16 അങ്ങനെ വരുന്ന നമ്പേഴ്സ് പവർ ആയിട്ട് വരികയാണെങ്കിൽ അതിന്റെ റിമൈൻഡേഴ്സ് ഒക്കെ എങ്ങനെയാണ്? 2 ആയിരിക്കും. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ദ പവേഴ്സ് ആർ 3, 6, 9 ദ റിമൈൻഡർ ഈസ് 1. 3, 6, 9 3 നോക്കാം. 3, 6, 9 2:8 ഉണ്ട്, 2:9 അങ്ങനെ പോകുന്നുണ്ട് തുടർച്ചയായിട്ട്. അപ്പൊ 3, 6, 9 1 ആയിരിക്കും. 3, 6, 9 കഴിഞ്ഞാൽ എന്ത് വരും? ഇത് കോമൺ ഡിഫറൻസ് എത്രയാ? 3 ആണല്ലേ. 3, 3 കൂട്ടി പോവാണ്. 3, 6, 9, 12, 15, 18 അങ്ങനെ പോകും. മനസ്സിലായല്ലോ? അപ്പൊ റിമൈൻഡർ ആയിട്ട് കിട്ടുന്ന നമ്പർ 1. ബാക്കി എന്തുണ്ട്? ഇവിടെ നോക്കൂ, 2, 4, 1 2, 4, 1 അടുത്തെന്താ വരിക? 2, 4, 1 അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ 2 കിട്ടുന്നത് ഏതൊക്കെയാ? 1, 4, 7, 10, 13, 16. 1 റിമൈൻഡർ കിട്ടുമ്പോൾ 3, 6, 9, 12, 15, 18 ഇങ്ങനെ 4 എപ്പോഴാണ് കിട്ടുന്നത്? ഇത് രണ്ടും മാത്രമാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. 4 എന്താണെന്ന് കൂടി എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. അപ്പൊ 4 എങ്ങനെയാണ് കിട്ടുന്നത്? 2:2, 2:2 കിട്ടുന്നുണ്ട്. 5 2, 5 അപ്പൊ 3 ആണല്ലേ. ഇതിലും കോമൺ ആയിട്ട് വരുന്നത് 1, 2, 4, 1, 2, 4, 1 അപ്പൊ 2:8, 2:9 അപ്പൊ 4 ഏതിലാ? 2:8 അപ്പൊ 2, 5, 8 അടുത്തത് 11, 14 അങ്ങനെ അല്ലേ. ഇങ്ങനെയൊക്കെ പവേഴ്സ് വരുമ്പോ റിമൈൻഡർ എത്ര കിട്ടും? 4 കിട്ടും. അപ്പൊ റിമൈൻഡർ ഏതൊക്കെ ഇതിലാണ് എങ്ങനെയൊക്കെ കിട്ടുന്നത് എന്നൊക്കെ നമ്മൾ എഴുതി വെച്ചു. ഇത് 2 ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഈ കോളം നോക്കി എഴുതി. വളരെ സിമ്പിൾ ആണ്. ഇനി ഇതിൽ ക്വസ്റ്റ്യൻ സെക്ഷൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്, ABCD എന്ന് പറയുന്ന സെക്ഷൻസ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് 2:8 by 7. 2:8നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, പവർ 2, 5, 8, 11, 14 വരുമ്പോൾ റിമൈൻഡർ എത്ര വരും? 4 ആണ് വരിക. അപ്പൊ 2:8 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് വരിക? റിമൈൻഡർ 4. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. ബി പാർട്ടില് write the sequence of powers of 2 leaving remainder 1 on division by 7. അതായത് 7 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന 2ന്റെ പവേഴ്സ് ആയിട്ടുള്ള സീക്വൻസ് എഴുതാനാണ് പറയുന്നത്.
അപ്പൊ എന്താണ്, നമുക്ക് ഇവിടെ തന്നെ എഴുതാം അല്ലെ. എന്ത് വരണം, റിമൈൻഡർ 1 വരണം. 2ന്റെ പവർ ആയിട്ട് 2⁻3, 2⁻6, 2⁻9 അങ്ങനെ എഴുതി പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും, 1 റിമൈൻഡർ വരുന്ന സീക്വൻസ് കിട്ടും. മനസ്സിലായല്ലോ. ബി പാർട്ട് ആൻസർ ചെയ്തു. സി പാർട്ട്, check whether 2019 is a term of the arithmetic sequence 369. അപ്പൊ 369 എന്ന് പറഞ്ഞ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എടുക്കുന്നു. ഇതില് 2019 എന്ന് പറയുന്നത് ഒരു ടേം ആവോ, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടേം ആവോ ചോദിക്കുമ്പോൾ, അപ്പൊ 100 ഒരു ടേം ആവോ, 200 ഒരു ടേം ആവോ, ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് ഒരു സീക്വൻസിന്റെ ടേം ആവോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ nth ടേം ആ തന്നിരിക്കുന്ന സംഖ്യ ആയിട്ട് എടുക്കാം. ഇവിടെ 2019 ആണല്ലോ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ nth ടേം 2019 എന്ന് എടുക്കാം. അപ്പോൾ nth ടേം ഈക്വൽ ടു 2019. nth ടേം കാണാനുള്ള ഫോർമുല എന്താ, a+n-1 × d അല്ലെ. a+n-1 × d എന്ന് പറയുന്നത് 2019 ആയിട്ട് എടുക്കാം. a എന്ന് പറയുന്നത് എന്താ, 3 പ്ലസ് n-1, എന്നെ നമുക്കറിയില്ല, n-1 × d എത്രയാ, 3 അല്ലേ. 3 ഈക്വൽ ടു 2019. 3 പ്ലസ് 3 ഉള്ളിലോട്ട് മൾട്ടിപ്പിൾ ചെയ്യാം. 3n-1 ഈക്വൽ ടു 2019. 3 മൈനസ് 2 പ്ലസ് 3n ഈക്വൽ ടു 2090. 3n ഈക്വൽ ടു 2070. n ഈക്വൽ ടു 2070 ഡിവൈഡഡ് ബൈ 3, 639 എന്ന് വരും അല്ലെ. n എന്ന് പറയുന്നത് 639. അപ്പോൾ എന്ത് കിട്ടി, 2019 ഒരു ടേം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ n-ന്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുക. nth ടേം ഈക്വൽ ടു അത് എന്ന് എഴുതിയിട്ട് n-ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. n-ന്റെ വാല്യൂ ഒരു പൂർണ്ണ സംഖ്യ ആണെങ്കിൽ, ദശാംശമില്ലാത്ത അല്ലെങ്കിൽ ഫ്രാക്ഷൻ അല്ലാത്ത ഒരു സംഖ്യ, ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ അതൊരു ടേം ആണ്. ഈ 639 എന്ന് പറയുന്നതാണ് അതിന്റെ നമ്പർ. 639ാമത്തെ ടേം ആണ് ഈ 2019. ഇപ്പൊ വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് 2⁻2019 by 7? അതായത് ചോദിച്ചിരിക്കുന്നത് 2⁻2019. ഇതെന്ന് പറയുന്നത് 7 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ് റിമൈൻഡർ ആയിട്ട് വരുന്നത്. 2⁻2019 7 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര റിമൈൻഡർ കിട്ടും. നമ്മൾ പറഞ്ഞു 2019 എന്ന് പറയുന്നത് 369 എന്ന ശ്രേണിയിലെ ഒരു ടേം ആണെന്ന് പറഞ്ഞു. അപ്പൊ 369 എന്ന ശ്രേണിയിലെ ഒരു ടേം ആണെങ്കിൽ റിമൈൻഡർ 1 ആണെന്ന് അവർ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്താ കിട്ടുക, 2⁻2019 ഡിവൈഡഡ് ബൈ 7 എന്താ കിട്ടുക, റിമൈൻഡർ 1. അത്രേ ഉള്ളൂ. അപ്പൊ ഈ പാർട്ട് നോക്കാം. Write the algebraic form of the arithmetic sequence 147. അപ്പൊ 147 എന്ന് പറയുന്ന ഈ സീക്വൻസ് ഉണ്ടല്ലോ, അവർ ക്വസ്റ്റ്യനിൽ തന്ന സീക്വൻസ്, അതിന്റെ ആൾജിബ്രൈക് ഫോം. അപ്പോ കഴിഞ്ഞ വീഡിയോയില് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ വീഡിയോയില് എങ്ങനെയാണ് ആൾജിബ്രൈക് ഫോം കാണാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇപ്പൊ ഇവിടെ ഒരു സിമ്പിൾ ആയിട്ട് എങ്ങനെയാ കാണാന്നൊന്ന് പറഞ്ഞുതരാം. അപ്പൊ ആൾജിബ്രൈക് ഫോം കാണാൻ പറഞ്ഞാൽ നമുക്ക് കാണേണ്ടത് nth ടേം എന്താണെന്ന് കണ്ടാൽ മതി. എന്താണ് nth ടേം? അപ്പൊ ഇതിന്റെ nth ടേം എന്താ കാണാനുള്ള ഇക്വേഷൻ, nth ടേം ഈക്വൽ ടു a+n-1 × d അല്ലേ. അതായത് a എന്താ 1 പ്ലസ് n-1 × d എന്താ കോമൺ ഡിഫറൻസ് 3 ആണ് അല്ലേ. 3 1 പ്ലസ് 3n - 3, 3n - 2 എന്ന് വരും. ഇതാണ് ഇതിന്റെ ആൾജിബ്രൈക് ഫോം അല്ലെങ്കിൽ ബീജഗണിതം. Write the algebraic form of the sequence 2⁻1, 2⁻4, 2⁻7, etc. ഓക്കെ, 2⁻1, 2⁻4, 2⁻7 എന്ന് പറയുന്ന ഈ സീക്വൻസ് ഉണ്ടല്ലോ, ഇതിന്റെ ആൾജിബ്രൈക് ഫോം എഴുതാൻ. അപ്പൊ നമ്മൾ നേരത്തെ ഏതിന്റെ ആൾജിബ്രൈക് ഫോം എഴുതിയത് 147 അല്ലെ. 3n - 2 എന്ന് കിട്ടി അല്ലേ. അപ്പോ 147 എന്ന സീക്വൻസിന്റെ 3n - 2 ആണ്. അപ്പൊ ഈ സീക്വൻസും ആ സീക്വൻസും എന്താ ബന്ധം? ഇതെല്ലാം ഈ സീക്വൻസിന്റെ 2ന്റെ പവർ ആക്കി എഴുതിയതാണ് അല്ലെ. അപ്പൊ ഇതിന്റെ ആൾജിബ്രൈക് ഫോം എന്താണ്? 2⁻3n - 2.
അപ്പൊ ഇതാണ് 2018 6 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ. ഇതും ABCD എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നേരത്തെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സിന്റെ ഒരു കളക്ഷൻ ആയിരുന്നു തന്നിട്ടുള്ളത്. ഇവിടെ 1, 4, 9, 16, 25 ഇതിന്റെ പ്രത്യേകത എന്താ? ഈ നമ്പേഴ്സിന്റെ എല്ലാം സ്ക്വയറുകളാണല്ലേ. 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ, അങ്ങനെ എക്സെട്ര എല്ലാത്തിന്റെയും സ്ക്വയർ. അത് ഈ നമ്പേഴ്സിനെയൊക്കെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് ആണ്. 1ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ആണ് റിമൈൻഡർ. 4ന് റിമൈൻഡർ 0, 9ന് 8, 2 × 4 8, അപ്പൊ റിമൈൻഡർ 1, 0, 1, 36. അപ്പൊ എങ്ങനെയാ പോണത് റിമൈൻഡേഴ്സ്? 1 0 1 0 1 0 1 0 1 0. അപ്പൊ എങ്ങനെയാണ് ഈ സ്ക്വയറുകളിനെയൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ ആയിട്ട് വരുന്നത് 1 0 1 0 ആ ഫോമിലാണ്. മനസ്സിലായല്ലോ? ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയി ചോദിച്ചിരിക്കുന്നത് വിച്ച് ആർ ദ പോസിബിൾ റിമൈൻഡേഴ്സ് ഓൺ ഡിവൈഡിങ് എനി നമ്പർ വിത്ത് 4. അതായത് ഏത് സംഖ്യനെ 4 കൊണ്ട് ഹരിച്ചാലും കിട്ടുന്ന റിമൈൻഡർ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്കിവിടെ സ്ക്വയറുകളുടെ മാത്രമേ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത ടേബിൾ ആണിത്. സ്ക്വയറിനെ മാത്രമേ ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒരു നമ്പറിനെയും ഡിവൈഡ് ചെയ്തിട്ടില്ല ഇവിടെ. അപ്പോൾ ഏത് നമ്പർ എടുത്താലും, ഇപ്പം ആർബിട്രറി ആയിട്ട് ഏത് നമ്പർ എടുത്താലും എന്തൊക്കെ റിമൈൻഡേഴ്സ് വരാം, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇവിടെ ഇതിലില്ലാത്ത നമ്പേഴ്സിനെയൊക്കെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 1ന് 1 തന്നെയാണ്. 2 എന്ന് പറയുന്നത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ് റിമൈൻഡർ അല്ലേ. 3 എന്ന് പറയുന്നത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ആണല്ലേ റിമൈൻഡർ. 4ന് 0. 1ന് 1 2 3 0. പിന്നെ 4 കഴിഞ്ഞാൽ 5ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1. 6ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2. 7ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. 8ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6. അപ്പൊ എങ്ങനെ ഈ നമ്പേഴ്സ് റിമൈൻഡേഴ്സ് വന്നിരിക്കുന്നത്? 1 2 3 0 1 2 3 0 1 2 3 0 അങ്ങനെ തന്നെ ആവർത്തിച്ച് പോവാണല്ലേ. അപ്പൊ ഏതൊക്കെ റിമൈൻഡേഴ്സ് പോസിബിൾ ഉണ്ട്? 1 2 3 0. ഈ 4 റിമൈൻഡേഴ്സ് 4 കൊണ്ട് ഏത് നമ്പറിനെ ഹരിക്കുമ്പോഴും ഈ 4 റിമൈൻഡേഴ്സ് വരുള്ളൂ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which are the numbers we would not get on dividing a perfect square by 4? അപ്പൊ ഇതിൽ 4 റിമൈൻഡേഴ്സ് വന്നു എന്ന് പറഞ്ഞു അല്ലെ. ഇതിൽ ഏതൊക്കെയാണ് 4 കൊണ്ട് ഈ ഒരു സ്ക്വയറിനെ ഹരിക്കുമ്പോൾ കിട്ടാത്തത്? നമ്മൾ പറഞ്ഞു 4 കൊണ്ട് ഒരു സ്ക്വയറിനെ ഹരിക്കുമ്പോൾ 1 അല്ലെങ്കിൽ 0 എന്ന റിമൈൻഡേഴ്സ് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഏതൊക്കെയാ കിട്ടാത്ത റിമൈൻഡേഴ്സ്? 1ഉം 0യും കിട്ടും, ബാക്കി 2ഉം 3യും. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, what is a remainder that leaves on dividing the terms of the arithmetic sequence 2 5 8 11 by 4? ഈ 2 5 8 11 ഇതിനെയൊക്കെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് റിമൈൻഡർ ആയിട്ട് വരാം? ഇതൊരു സീക്വൻസ് ആണ് അല്ലെ. 2 5 ഒരു 3 കോമൺ ഡിഫറൻസ് ഉള്ള സീക്വൻസ്. ഇതിന്റെ എല്ലാ ടേമിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ ആയിട്ട് വരുന്നത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഓരോന്നിനായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 2നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2, 1നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 5നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 8ന് 0, 11ന് 3. ബാക്കി എന്ത് വരും ഇവിടെ? 11 കഴിഞ്ഞ് കഴിഞ്ഞാൽ 14 വരും, 17 വരും. 11നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടി. 14നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2, 17 1. അത് കഴിഞ്ഞ 20 0. അപ്പൊ 2 1 0 3 2 1 0 3 അങ്ങനെയാണ് റിമൈൻഡേഴ്സ് വരുന്നത്. അപ്പൊ എന്തൊക്കെയാ വരുന്നത്? 2 1 0 3. അപ്പൊ ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പൊ ആദ്യത്തെ 4 5 സംഖ്യകൾ കഴിഞ്ഞ് ഈ റിമൈൻഡേഴ്സ് തന്നെ റിപ്പീറ്റ് ആവും. പിന്നെ ചെയ്യുന്നതൊക്കെ റിപ്പീറ്റ് ചെയ്താണ് വരാം. മനസ്സിലായല്ലോ? അടുത്തത് നോക്കാം. ഡി പോർഷൻ. ഡസ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 3 7 11 contain perfect squares? അതായത് 3 7 11 എന്ന അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടല്ലോ. ഇതിൽ ഏതെങ്കിലും ടേം പെർഫെക്റ്റ് സ്ക്വയർ വരുമോ? സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് 1 4 9 8 16 25 36 അങ്ങനെ പോകുന്നത് സ്ക്വയേഴ്സ്. അപ്പൊ ഇതിലെ സീക്വൻസിൽ ഏതെങ്കിലും ഒരു ടേം സ്ക്വയർ ആവോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ സ്ക്വയർ ആയാൽ എന്താണ്? ഡിവൈഡ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 അല്ലെങ്കിൽ 0 കിട്ടണം അല്ലെ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 അല്ലെങ്കിൽ 0 കിട്ടണം.
അപ്പൊ ഇതിനെ ഓരോന്നിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ 3 ആണ് ആദ്യത്തെ അല്ലേ, റിമൈൻഡർ കിട്ടുന്നത് 3 ആണ് ആദ്യത്തെ കിട്ടുന്നത്. പിന്നെ എന്താ കിട്ടുന്നത്, 7 ഡിവൈഡ് ചെയ്യുമ്പോൾ 3 തന്നെയാണ് കിട്ടുന്നത്. 11 ഡിവൈഡ് ചെയ്യുമ്പോൾ 3 തന്നെയാണ് കിട്ടുന്നത്. പിന്നെ അടുത്ത ടേം എന്ത് വരും, 15 വരും. 15ന്റെ റിമൈൻഡർ 3. അപ്പൊ ഇതില് നമുക്ക് എന്താ കിട്ടുന്നത്, 3 3 3 എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ആയി പോവാണ് അല്ലെ റിമൈൻഡേഴ്സ്. അപ്പൊ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, ഈ സീക്വൻസിൽ ഏതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 3 ആണ് റിമൈൻഡർ. സ്ക്വയർ ഉണ്ടെങ്കിൽ എന്തായാലും 1 അല്ലെങ്കിൽ 0 എന്ന് പറയുന്നത് റിമൈൻഡർ ആയിട്ട് വരണം അല്ലെ. അപ്പൊ ഇതിൽ സ്ക്വയർ ഇല്ല എന്ന് കൺക്ലൂഡ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 4 വിച്ച് കണ്ടെയ്ൻസ് മെനി പെർഫെക്റ്റ് സ്ക്വയർ. അതായത് കോമൺ ഡിഫറൻസ് 4 ഉള്ള ഒരു സീക്വൻസ് എഴുതണം, കുറെ സ്ക്വയറുകളുള്ള സീക്വൻസ്. സ്ക്വയർ ഈ 1 4 9 16 25 എന്നീ നമ്പേഴ്സ് അതുപോലത്തെ സ്ക്വയറുകൾ വരുന്ന ഒരു സീക്വൻസ് എഴുതണം. അതിന്റെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കണം, 4 ആയിരിക്കണം. അപ്പൊ നമുക്ക് 1 തന്നെ തുടങ്ങാം. 1 ഒരു സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ഒരു സ്ക്വയർ, മെനി സ്ക്വയർസ് വരണം, ഒന്നിലധികം സ്ക്വയർ വരണം. അപ്പൊ 1 എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ അത് എടുത്തു. കോമൺ ഡിഫറൻസ് എന്തായിരിക്കണം, 4 ആയിരിക്കണം. 1 + 4 5 എടുത്തു. 5 + 4 9 എടുത്തു. 9 + 4 13. 13 + 4 17. 17 + 4 21. അങ്ങനെ പോകൂല്ലേ. അപ്പൊ നമുക്ക് ഓൾറെഡി ഒന്നിൽ കൂടുതൽ സ്ക്വയർ വന്നു കഴിഞ്ഞു, 1ഉം 9ഉം. അപ്പൊ എന്ത് കിട്ടി, ഒരു സീക്വൻസ് ആയി കിട്ടിയില്ലേ. കോമൺ ഡിഫറൻസ് 4 ആണ്, ഒന്നിലധികം സ്ക്വയറും ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.